Hi friends, welcome to our channel. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത്. നല്ല വറ്റൽമുളകൊക്കെ പൊടിച്ചു ചേർത്ത ഒരു അടിപൊളി തോരനാണിത്. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ആഡ് ചെയ്യാം. ഇതുപോലെ ചെറുതായിട്ട് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ചീര. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പാവിയിലിരുന്ന് ഈ ചീരയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. 2 കപ്പ് ചീര നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതിപ്പം ദേ അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞ് വെന്ത് വന്നപ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇനി ചീരയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള മിക്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മളൊരു 7 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 വറ്റൽമുളകാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇങ്ങനെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 മുറി തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട്, അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ചതയ്ക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ചീരയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ശകലം പോലും വെള്ളം ഒഴിച്ചിട്ടില്ല, അതിലുള്ള വെള്ളം തന്നെയാണ് ഇതിൽ കാണുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച കൂട്ട് ആഡ് ചെയ്യാം. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചെയ്തെടുക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അധിക നേരം വെക്കണ്ട, തേങ്ങയുടെ ഒക്കെ ഒരു പച്ച മണം മാറുന്നിടം വരെ മാത്രം മതി. അതായത് ഒരു 2 മിനിറ്റ് ജസ്റ്റ് നാവി കൊള്ളിക്കുക. എന്നിട്ട് നമുക്കിത് വാങ്ങാം. അപ്പോൾ ദേ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വറ്റൽമുളകാണ് ഇതിന് എരിക്ക് വേണ്ടി ആഡ് ചെയ്തിട്ടുള്ളത്, പച്ചമുളകല്ല. വറ്റൽമുളക് ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതിലും വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.